ആമേൻ, ഹല്ലേലൂയ. ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അനർത്ഥങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. രക്ഷിക്കുവാനും വിടുവിക്കുവാനും ശക്തിയുള്ളൊരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് നാം കലങ്ങുന്നത്? പിശാച് ഒത്തിരി ആളുകളുടെ ഹൃദയത്തെ മടുപ്പിച്ച് തളർത്തി കലക്കിക്കളയുകയാണ്. പ്രത്യാശയും ധൈര്യവും വിശ്വാസവും കെടുത്തിക്കളയുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ദൂതിതാണ്, രക്ഷിക്കുവാനും വിടുവിക്കുവാനും ശക്തനായവൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ദാര്യാവേശ് രാജാവ് ദൈവത്തിന്റെ വലിയ രക്ഷയെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു വചനം ആണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിനായി വായിക്കുന്നത്. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞ സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. യഹോവയായ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ, അവനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് തീരുമാനമെടുത്തപ്പോൾ രാജാവിനെയോ വിഗ്രഹങ്ങളെയോ രാജാവിൻ്റെ ദേവന്മാരെയോ ആരാധിക്കാൻ തയ്യാറാകാത്ത ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കളഞ്ഞ സംഭവത്തിൽ യഹോവയായ ദൈവം സിംഹത്തിന്റെ വായ അടച്ച് ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആര് കൽപ്പന കൊടുത്ത് കുഴിയിൽ എറിഞ്ഞോ അതേ ദാര്യാവേശ് രാജാവ് തന്നെ രേഖ തിരുത്തി എഴുതുകയാണ്. അദ്ദേഹം ഒടുവിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, 6-ാം അധ്യായം 27-ാം വാക്യം: അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു, അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു, അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നല്ലോ. ആമേൻ. ദൈവം നിങ്ങളെ ചില അനർത്ഥങ്ങളുടെ വായിൽ നിന്ന് രക്ഷിക്കാൻ പോവുകയാണ്. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്ത് ആമേൻ പറയണം. പരിശുദ്ധാത്മാവിനോട് ഈ ദൂത് പറയുമ്പോൾ തന്നെ ചില അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു എന്നുള്ള ദൂതാണ് പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഇടപെടുന്ന ഒരു ആലോചന. അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കാൻ പോകുന്നു. അപകടങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില കുടുംബങ്ങളിൽ തകർച്ചകൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ഇതിൽ നിന്നെല്ലാം രക്ഷിക്കാനും വിടുവിക്കാനും ശക്തനായൊരു ദൈവമുണ്ട്. അക്ഷരികമായി കടിച്ചു കീറാനും വിഴുങ്ങിക്കളയാനും നോക്കുന്ന അലറുന്ന സിംഹത്തിന്റെ വായിലേക്ക് ഭക്തനായ ദാനിയേലിനെ എറിഞ്ഞു കൊടുത്തപ്പോൾ ദൈവം സിംഹങ്ങളുടെ വായടച്ചു. അവിടെ നിന്ന് ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്ന സംഭവത്തിൽ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്, അവൻ രക്ഷിക്കുവാനും വിടുവിക്കുവാനും ശക്തനായത്. യെശയ്യാപ്രവാചകൻ ഇങ്ങനെയാണ് 59-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല. ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവന്റെ കൈ നീണ്ടിരിക്കുന്ന കൈയാണ്. നിങ്ങൾ ഏത് പ്രശ്നത്തിൽ അകപ്പെട്ടോ അവിടെ വരെ എത്തുന്ന നീട്ടിയ ഭുജമാണ് ദൈവത്തിന്റെ ഭുജം. ഹല്ലേലൂയ. നീട്ടിയ ഭുജം കണ്ടാണ് നമ്മളെ അവൻ വിടുവിക്കുന്നത്. ഞാൻ ഏത് കുഴിയിൽ കിടന്നാലും, ഏത് പ്രശ്നത്തിൽ കിടന്നാലും, എവിടെ ഞാൻ അകപ്പെട്ടാലും ആ കൈക്ക് കൈ നീട്ടി എന്നെ വിടുവിച്ചെടുക്കുവാൻ ബലമുള്ള കൈയാണ്. വലിയ ലെങ്ത് ആയിട്ടുള്ള നീളമുള്ള നീട്ടിയ ഭുജം. ആമേൻ, ഹല്ലേലൂയ. പുറപ്പെടുവിക്കാൻ കഴിയാതെ വണ്ണം നാം ബന്ധിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. അപ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല. സങ്കീർത്തനം 3-ാമത്തെ സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് 8-ാം വാക്യത്തിൽ: രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന് മേൽ വരുമാറാകട്ടെ. രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. മെഡിക്കൽ സയൻസ് ചികിത്സിക്കും, മറ്റ് സ്ഥാപനങ്ങൾ നമ്മളെ സഹായിക്കും പല രീതിയിൽ. മനുഷ്യന് പണം തരാൻ പറ്റും, പലതിലും നമ്മളെ സഹായിക്കാൻ പറ്റും. പക്ഷെ രക്ഷ നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. ഡോക്ടർമാരാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസമുള്ളതെല്ലാം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് തന്നെയാണ്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരെല്ലാം, വലിയൊരു സമൂഹം സയന്റിസ്റ്റുകളും ദൈവവിശ്വാസികളാണ്. ഡോക്ടേഴ്സ് മിക്കവാറും എല്ലാവരും തന്നെ ദൈവവിശ്വാസികളാണ്. കാരണം അവരൊക്കെ ലൈവായിട്ട് സാധാരണ മനുഷ്യൻ കാണുന്നതിൽ അപ്പുറമായ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിനകത്തൊക്കെ അഭൂതപൂർവമായ ദൈവകരം കാണാൻ പറ്റും. അത്ഭുതകരമായ ദൈവകരം ഇടപെടൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളെ അവർക്ക് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം മെഡിക്കൽ സയൻസ് ചികിത്സിച്ചാലും രക്ഷ നൽകുന്നവൻ ദൈവം തന്നെയാണ്. രക്ഷിപ്പാൻ കഴിയാത്തവൻ അവന്റെ കരം കുറിയിട്ടില്ല. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. ആമേൻ. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന് മേൽ വരുമാറാകട്ടെ. ദൈവം രക്ഷിക്കട്ടെ, ദൈവം രക്ഷിക്കും. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: ഞാൻ
വന്നപ്പോൾ ആരുമില്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? വീണ്ടെടുപ്പാൻ കഴിയാതെ വേണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഹല്ലേലൂയ. ഇതാ ഞാൻ എൻ്റെ ശാസനം കൊണ്ട് സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, മരുഭൂമിയെ നദികളെ മരുഭൂമിയാക്കി മാറ്റുന്നു. അപ്പൊ ദൈവത്തിന് വീണ്ടെടുപ്പാൻ ശക്തിയുണ്ട്, ദൈവത്തിന് സഹായിക്കുവാൻ കഴിവുണ്ട്, വിടുവിക്കുവാൻ അവന് ശക്തിയുണ്ട്. അവൻ്റെ കൈ കുറുകിയിരിക്കുന്നില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളെ വിടുവിപ്പാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ അകപ്പെട്ടിട്ടില്ല. ദൈവത്തിന് നിങ്ങളെ വിടുവിച്ചെടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെട്ടിട്ടില്ല. ദൈവത്തിന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ലൂക്കോസ് സങ്കീർത്തനം 65-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു, എല്ലാവരും രക്ഷിക്കുവാൻ അവൻ ശക്തനായി. സകല ജഡവും ദൈവത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിനെ, ശിശുവായിരിക്കുന്ന യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ശിമിയോൻ എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, വളരെ വയോധികനായ 100ഓളം വയസ്സുള്ള ആ മനുഷ്യൻ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹം ശിശുവായിരിക്കുന്ന യേശുവിനെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള, സകല ജാതികൾക്കും വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ നാഥ സമാധാനത്തോടെ അടിയനെ പറഞ്ഞയക്കുന്നു. സകല ജാതികൾക്ക് ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടു. ഹല്ലേലൂയ. ഒരു കുഞ്ഞു പൈതലിനെ കയ്യിലെടുത്തിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് പ്രവചനമെന്നാണ്, ദൈവത്തിന്റെ ആത്മാവിലാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു. ആമേൻ. വിശ്വസിക്ക്, യേശുവിനെ വിടുവിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമില്ല. കടന്നു പോകുന്ന സകല പ്രതിസന്ധിയിലും ഇറങ്ങി വന്ന് നിങ്ങളെ കരകയറ്റുവാൻ, വിടുവിക്കുവാൻ, രക്ഷിച്ച് ജീവന്റെ വഴിയെ നടത്തുവാൻ അവൻ ശക്തനായ ദൈവം. അവൻ രക്ഷിക്കുവാനും വിടുവിക്കുവാനും അധികാരമുള്ള ദൈവം. അവൻ്റെ കരം കുറുകിയിട്ടില്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതികൂലത്തിൽ നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളുടെ ദൈവം അടുക്കൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന യഹൂദന്മാരുടെ നടുവിലും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ രക്ഷ പ്രാപിക്കുമെന്ന് ചോദിക്കുന്ന കാരാഗ്രഹ പ്രമാണി അവരുടെ ചോദ്യത്തിന് മുമ്പിലും ഒറ്റ മാർഗമേ പറയുന്നുള്ളൂ: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷയുണ്ട്. പ്രിയ കർത്താവേ, ഞങ്ങളൊന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൽ ഞങ്ങൾക്ക് രക്ഷ നൽകിയതിനായി, യേശുവിൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയതിനായി, യേശുവിൽ ഞങ്ങൾക്ക് വിടുതൽ നൽകിയതിനായി നന്ദി. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ, യേശുവിൻ നാമത്തിൽ അവരെവിടെ കുരുങ്ങിക്കിടന്നാലും, എവിടെ പ്രതിസന്ധിയിൽ കടന്നുപോയാലും അവർ രക്ഷപ്പെടേണ്ടതിനായി, അവർ വിടുതൽ പ്രാപിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഉദ്ധരിക്കണമേ കർത്താവേ. ആമേൻ. അവരുടെ പ്രതിസന്ധികളുടെ കർത്താവെ വലിയ കുടുക്കുകളിൽ നിന്ന് അവരെ കരകയറ്റി അവരെ കർത്താവ് പുറപ്പെടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുടെ കരം ഈ മക്കളുടെ മേൽ വെക്കട്ടെ, സൗഖ്യത്തിൻ്റെ കരം വെക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുണ്ടാകട്ടെ. രക്ഷിക്കുന്നവൻ, ശക്തനായവൻ്റെ കരം ഇന്ന് ഇവർക്ക് വേണ്ടി വെളിപ്പെടും. അത്ഭുതം ചെയ്യും, അത്ഭുതം സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. രക്ഷിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല. ഈ സന്ദേശം നിങ്ങൾ അനേകർക്ക് പങ്കുവെക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.